എങ്ങനെയുണ്ട്? നല്ലത്. അയ്യോ ഒന്നും പറയില്ല, ഞാൻ വരട്ടെ കാണട്ടെ. ഞാനാണ് ചെന്നൈയിൽ വെച്ച് വിളിച്ചത്. ചെന്നൈയിൽ വെച്ചിട്ടില്ല. അയ്യോ പറഞ്ഞു ചേട്ടൻ പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇങ്ങനെ പോണു സുഖമായിട്ട്. എന്താണ് സായുടെ തീരുമാനം? സായി ചേട്ടന്റെ തീരുമാനം ആള് വരട്ടെ. അതിനാണ് ഞാൻ ആ തീരുമാനത്തെ ഇതായിട്ടാണ് ആളോട് സംസാരിക്കേണ്ടത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങള് തീരുമാനം. അതെ, അറിയില്ല. സായി വന്നിട്ട് നമുക്ക് സായിനോട് ചോദിക്കാം. ഒന്നും പറഞ്ഞില്ല, വന്നിട്ട് എല്ലാം നേരിട്ട് സംസാരിക്കാന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും കണ്ടില്ല. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് എത്തും എന്തായാലും. പോവില്ലേ? പോവും. പോയപ്പോൾ ആ പറഞ്ഞ ഗെയിമോ പ്ലാനുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മള് കുറച്ച് എക്സ്പെക്ട് ചെയ്ത സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ സായി അവിടുന്ന് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഹാപ്പിയാണ്. എന്തായാലും എങ്ങനെയായാലും ഒരു നല്ല മനുഷ്യനായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് വെയിറ്റ് ചെയ്യാണ് സായിനെ കാണാൻ വേണ്ടിട്ട്. എന്തായാലും ഞാൻ കുറെ പണി പറ്റും എന്തായാലും. കാരണം സായി ഇല്ലാത്ത എനിക്ക് എന്റെ വർക്ക് ഉള്ളതുകൊണ്ടും ഇത് ലൈവ് ഒക്കെ കണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ സായി ചെയ്യല്ലോ ബാക്കിയുള്ള കാര്യങ്ങള്. സായി അവിടെ പോയിട്ട് വന്നതിന് ശേഷം ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരും അങ്ങനെയൊന്നുമില്ല. സായി പറഞ്ഞില്ല. ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പറയുന്നത് സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫോണില്ല, ഫുൾ ടൈം ഫോണിലായിരുന്നു. ഫോണില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ കുറെ ഇരുന്നപ്പോ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയപ്പോ പിന്നെ മാറിയിട്ടുണ്ടാവും എന്തായാലും. ഞങ്ങള് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട്. അത് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഞാനുള്ള സമയത്താണെങ്കിലും ട്രോളാറുണ്ട് നല്ലോണം. അങ്ങനെയൊന്നുമില്ല. സായി പുറത്തിറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ സീക്രട്ട് ഉണ്ടാവും. ഓക്കെ, ഉണ്ട്. നല്ല ഗെയിം പ്ലാൻ തന്നെയാണ്. കാരണം മേ ബി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് 5 അല്ലെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ, 10-15 മിനിറ്റ് കൊണ്ട് തന്നെ എടുത്തു. നല്ല തീരുമാനം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ടോപ്പ് 5 കപ്പടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പെടുത്തു പോന്നു. ലുക്ക് ചേഞ്ച് ആയതിനെ പറ്റി എന്താ? അത് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് താടി മീശൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാറി, എനിക്ക് കുഴപ്പമില്ല. ഇനി വരുമല്ലോ, അത്രേ ഉള്ളൂ. ഇതിപ്പോ എല്ലാരും കണ്ണാപ്പിന്ന് വിളിക്കണത് അങ്ങനെ ഒന്നും അത് നിങ്ങൾ ട്രോളിയിട്ട് പറയല്ലേ. കണ്ണെന്നാണ് വീട്ടിൽ വിളിക്കുക, അത്രേ ഉള്ളൂ. ഇനി വേറെ ചോദ്യം വേണ്ട.